അതിന്റെ പിന്നാലെ ഓരോരുത്തരാൾ എവിടെ പോണം? കൂവി തുടങ്ങുമ്പോ ഇറങ്ങിയാ പോരെ? ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ ആളാരാ? അന്താനിജി. ഈ അന്താനിജി ആരാ? നമ്മുടെ ആളാ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അപ്പോ പ്രോഗ്രാം കൺവീനർ ആയിട്ട് നമ്മൾ അജ്മൽ സാർ അവിടെ ഉണ്ട്. അപ്പോ കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. അല്ല, ഇന്ന് പൊതുവെ ആയിക്കോളൂ, ശനിയാഴ്ച ആയിക്കോളൂ. ബർത്ത്ഡേ നമ്മളെ ചുമതല എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പരിപാടി മാക്സിമം ഉഷാറായി. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളമാണ്. കൗതുക ലേശം കൂടുതലാണ്. ഇതില് നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യാം? വാട്സാപ്പില് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കളർ ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, മുതലാളിയ സ്റ്റേജിൽ അശോക് രാജിന്റെ സീറ്റിന് തൊട്ടടുത്തിരുന്നു. ഈ കാര്യം നമ്മളെ ബോഡി ചെയ്യാം. സ്വന്തം ഡ്യൂട്ടി നന്നായി ചെയ്യാം. ഏതായാലും ആനയുടെ സമയം. പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. നമ്മളെല്ലാരും ഒരു ഫാമിലി എന്ന് പറഞ്ഞ പോലെ ഈ പരിപാടി നല്ല കളറാക്കുക. പിന്നെ ഞാനും ശരീരത്തോടും ട്രഷറർ ആണെങ്കിലും എല്ലാരും കൂട്ടിയിട്ടാണോ വീണത്? കാള പറ്റൂ എന്നാ കയറിങ് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചു നമ്മുടെ ഡീലിന്റെ പരിപാടിയാണ്. കൃത്യമായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ ജോലി ചെയ്യാൻ ഒരു എന്താ പറയാ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആക്കാൻ ആ പരിപാടി. ചേട്ടാ ഇത് വലിയ ശല്യമായല്ലോ. എല്ലാവരും നമുക്കറിയില്ല. നമ്മള് പ്ലാനിങ് ഡെയിലി